കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള 3 വിഭവങ്ങളാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള 3 വിഭവങ്ങളാണ്. അതിലൊന്ന് പാഷൻ ഫ്രൂട്ട് ചമ്മന്തിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ബാക്കി രണ്ടും നമ്മൾ അത്യാവശ്യം ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പഠിപ്പിച്ച ആനിമിസ് പറഞ്ഞിട്ടുള്ളതാണ്. പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ പൂവില്ലേ, പൂവ് യേശുക്രിസ്തുവിൻ്റെ മുൾക്കിരീടത്തിനോട് സാമ്യമുള്ളത് കൊണ്ടാണ് അതിന് ആ പേര് വന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ പാഷൻ ഫ്രൂട്ട് എന്നാണ് ഉപയോഗിക്കേണ്ടത്. PASSION പാഷൻ ഫ്രൂട്ട് ക്കുന്നത്. ഫാഷൻ ഫ്രൂട്ട്, റേഷൻ ഫ്രൂട്ട് എന്നൊക്കെയാണ് നമ്മൾ അന്നേരമൊക്കെ പറഞ്ഞിരുന്നത് കേട്ടോ. തെക്കേ അമേരിക്കയിൽ നിന്നാണ് ഈ സംഭവം ഇവിടെ വന്നേക്കണം. എന്നാലും ഇത് ആര് കൊണ്ടുവന്നാവോ. പിന്നെ നമ്മൾ മലയാളികൾ ഇതിനെ വള്ളിനാരങ്ങ എന്നും മുസോളിക്ക എന്നൊക്കെ പറയും, മുസോളിങ്ങ. പിന്നെ ഇത് ഒരുപാട് മരുന്നുകൾക്ക് വേണ്ടി ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ ഇതിൻ്റെ ജ്യൂസ് രാത്രി നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നെ വായ്പുണ്ണിന്, വില്ലൻ ചുമക്ക് നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഈ ചമ്മന്തിയിലേക്കായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടി നല്ല എരിവുള്ളതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പച്ചമുളക്, മുളക് പൊടി എടുത്തിരിക്കുന്നതുകൊണ്ട് പച്ചമുളക്, ഒരു ചെറിയ പച്ചമുളക് എടുത്തിരിക്കുന്നത്. ടേസ്റ്റിന് വേണ്ടി മാത്രമേ പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇനി ഒരു 2 കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഞാൻ കശുവണ്ടി എടുത്തിരിക്കുന്നത്. ഒരു 4 പീസ് കശുവണ്ടി എടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റഡ് അല്ല, ഫുള്ളായിട്ടുള്ള 4 കശുവണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കശുവണ്ടി ചേർത്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. പാഷൻ ഫ്രൂട്ടിൻ്റെ കുരു ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പൾപ്പൊന്നും എടുത്തിട്ട് ഒരു അരിപ്പയിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ മിക്സിയിൽ നേരിട്ടാണ് ജ്യൂസ് എടുക്കുന്നത് കേട്ടോ. വേറെ പാത്രമൊന്നും ചീത്തയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് മിക്സിയിൽ നേരിട്ട് ജ്യൂസ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു പാഷൻ ഫ്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ജ്യൂസ് മുഴുവൻ ഇതിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസിലേക്ക് ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ പെട്ടെന്ന് തന്നെ തേങ്ങയിലിട്ട് ഇതെല്ലാം കൂടി പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ക്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും തേങ്ങയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി അരച്ചിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. നല്ല സൂപ്പർ ചമ്മന്തിയാണ്. ഇത് മതി ചോറ് കഴിക്കാനായിട്ട്. നമ്മുടെ മാങ്ങ തേങ്ങ ചമ്മന്തി ഇല്ലേ, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഡിഷ് നോക്കാം. ഇതൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ കുരു ഞാൻ കളഞ്ഞിട്ടില്ല, ഫുള്ളായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇത്തിരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ, തീർന്നു പണി. അപ്പോൾ ഇത് കൂട്ടി കഴിച്ച് കഴിഞ്ഞാലും സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ ഉള്ളി സവാളയൊക്കെ ഇട്ടിട്ട് മുളക് ഇട്ട് എടുക്കില്ലേ, അതുപോലെ തന്നെ എടുക്കുന്നതാണ് ഇത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അവസാനത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. പാഷൻ ഫ്രൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ 2ആയിട്ട് മുറിച്ചിട്ട് നേരെ പഞ്ചസാര ഇടുക, ഇളക്കി കഴിക്കുക. പഞ്ചസാര ഇട്ട് കഴിക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പഞ്ചസാര ഇടാണ്ട് കഴിക്കണമെന്നാണ് കേട്ടോ പ്രായമുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. അത് പ്രായമുള്ള ആൾക്കാർ കഴിച്ചോട്ടെ. നമ്മൾ ചെറിയ പിള്ളേരൊക്കെ പഞ്ചസാര ഇട്ട് കഴിച്ചാൽ മതി. കാരണം പിള്ളേർക്ക് പഞ്ചസാര ഇടാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മടുപ്പാവും, പിന്നെ അവരത് കഴിക്കില്ല. പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ഗ്ലാസ് എടുക്കുകയാണ്. നമ്മുടെ ഫുൾ ജാർ സോഡയൊക്കെ ഉണ്ടാക്കുന്ന ഗ്ലാസ്സില്ലേ, ഞാൻ ശരിക്കും ഫുൾ ജാർ സോഡ ഉണ്ടാക്കാനായിട്ട് ഗ്ലാസ് വാങ്ങി വന്നപ്പോഴേക്കും അതിൻ്റെ സീസൺ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു ദിവസം ഇടാം. അപ്പോഴേക്കും വേറെ എന്തെങ്കിലും സോഡ ഇറങ്ങുമായിരിക്കും അല്ലേ. ചെറിയ സ്പൂൺ കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത്തിരിച്ച് സ്പൂണിൽ കോരി കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ 3 രീതികളും ട്രൈ ചെയ്ത് നോക്കണം. ഇനി തുടങ്ങി പാഷൻ ഫ്രൂട്ട് കിട്ടുമ്പോൾ കളയരുത് കേട്ടോ. ഇത് കൂടാണ്ട് തന്നെ കേക്ക് ഉണ്ടാക്കുമ്പോഴും പാഷൻ ഫ്രൂട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ജാമുണ്ട്, സ്ക്വാഷ് ഉണ്ട്. അതൊക്കെ നമുക്ക് വേറൊരു ദിവസം പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇന്ന് ഈ 3 വിഭവങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.
അടുത്ത ഡിഷായിട്ട് വരാം. ടാറ്റാ.